നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു. 3-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വോൾവ്സിനെ പരാജയപ്പെടുത്തിയിരുന്നത്. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് റാസ്മസ് ഹോയിലുണ്ട് നടത്തിയിട്ടുള്ളത്. ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. റാഷ്ഫോർഡ് നേടിയ ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകിയത് ഹോയിലുണ്ടായിരുന്നു. പിന്നീട് 22-ാമത്തെ മിനിറ്റിൽ ഹോയിലുണ്ട് മറ്റൊരു ഗോൾ നേടി. എന്നാൽ പിന്നീട് 71-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ പാബ്ലോ സറാബിയോ വോൾവ്സിന് വേണ്ടി ഒരു ഗോൾ നേടുകയായിരുന്നു. പക്ഷേ 75-ാമത്തെ മിനിറ്റിൽ സ്കോട്ട് മക്ടോമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലീഡ് ഉയർത്തി. എന്നാൽ 85-ാം മിനിറ്റിൽ കിൽമൻ വോൾവ്സിന് വേണ്ടി ഒരു ഗോൾ നേടി എന്നുള്ളതാണ്. 95-ാമത്തെ മിനിറ്റിൽ പെഡ്രോ നെറ്റോ ഒരു ഗോൾ കൂടി നേടിയതോടെ മത്സരം 3-3 എന്ന നിലയിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ 2 മിനിറ്റിന് ശേഷം കോബി മൈനു നേടിയ ഗോളിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. 22 മത്സരങ്ങളിൽ നിന്ന് 35 പോയിന്റാണ് അവരുടെ സമ്പാദ്യം. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഹോയിലുണ്ട് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, കേവലം പ്രായം 20 വയസ്സ് മാത്രമാണ് ഹോയിലുണ്ടിനുള്ളത്. അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയതോടുകൂടി 2 സക്സസീവ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഈ ഒരു ഗോളും അസിസ്റ്റും നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരം എന്ന ഒരു നേട്ടത്തിനൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് 20 വയസ്സാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ ഫസ്റ്റ് സ്പെല്ലിലായിരുന്നു ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരുന്നത്. ഏതായാലും തുടക്കത്തിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന താരമാണ് ഹോയിലുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനം ക്ലബിന് വേണ്ടി നടത്തുന്നു എന്നുള്ളതാണ്. അവസാനമായി എല്ലാ കോമ്പറ്റീഷനിലുമായി കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹോയിലുണ്ടിന്റെ ഈ ഒരു മികവിലേക്കുള്ള തിരിച്ചുവരവ് തീർച്ചയായും യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.